പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശുഭദിനം നേരുന്നു. സ്വതന്ത്ര ശാസ്ത്രീയ സംഘം 2024 ചെണ്ടുമല്ലി പൂക്കൃഷി തുടങ്ങിയിട്ട് ഇന്ന് 64 ദിവസം എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ പല വീഡിയോകളിൽ ഇട്ടിട്ടുള്ളതാണ്. എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് നമുക്കിന്ന് ഇത്തരത്തിലെ പൂക്കൾ വിരിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ പൂക്കളൊക്കെ നല്ല രീതിയിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ രാവിലെ 6 തൊട്ട് ഒരു 8:30 വരെ, രാവിലെ 6 മണി തൊട്ട് 8:30 വരെ എല്ലാ അംഗങ്ങളും ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ രാവിലെ പോകുന്നത്. എല്ലാവർക്കും തൊഴിലുള്ളതാണ്. അപ്പോൾ ആ തൊഴിലിനെ നമുക്കൊരു ഭംഗം വരുത്താതെ എല്ലാവരുടെയും ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇന്ന് ഈ 64 ദിവസം എത്തിയപ്പോൾ ഈ പൂക്കളൊക്കെ നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽക്കുന്നത്. ഈ മഴ ഇപ്പം ബാധിക്കുന്നുണ്ട്. ഒരു 5 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. അപ്പം നമ്മുടെ പല ചെടികളിലും ഈ വെയിറ്റ് കൂടിയിട്ട് പൂക്കൾ നല്ല വലിപ്പമാണ്. ആ വലിപ്പത്തിൻ്റെ ആ വെയിറ്റിൻ്റെ അനുസരിച്ച് ഈ മഴത്തുള്ളി മേളിൽ വീഴുന്ന കാരണം ഒടിഞ്ഞ് താഴെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ഇല്ലാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്നുവെച്ചാൽ നമുക്കിനി 12 ദിവസം കൂടെ ഉണ്ട്. 12 ദിവസം കൊണ്ട് നമ്മുടെ ഈ ചെടികളുടെയൊക്കെ പൂക്കൾ പറിച്ചെടുക്കേണ്ടതാണ്. ഒരു പൂ 50 ഗ്രാമിന് അടുത്ത് നമ്മുടെ പൂവുണ്ട്. അപ്പോൾ ഇത്രയും പൂക്കൾ ഇത് ഇവിടെ നോക്കി അറിയാൻ പറ്റും. വലിയ പൂവാണ്. അത് വലിയ പൂ വീണിട്ട് ഈ വെയിറ്റ് ഈ തണ്ടിന് താങ്ങാൻ പറ്റത്തില്ല, ഒടിഞ്ഞ് താഴോട്ട് കിടക്കുന്നത് കാണാം. പിന്നെ നമ്മൾ മാക്സിമം ഞങ്ങൾ ഈ കയറൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. അതിനെ കൂടുതൽ ബലമാക്കുന്നതിന് വേണ്ടി അത് ഓരോ ദിവസവും അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ജോലിയുള്ളവർ ജോലിയിൽ പോവും, അല്ലാത്തവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. അതിൻ്റെ ഫലമാണ് ഇത്രയും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത്. ഇത് കൂടാതെ പച്ചക്കറികളും ഇട്ടിട്ടുണ്ട്. പച്ചക്കറികൾ പയർ നല്ല നല്ല വീണിട്ടുണ്ട്. പയർമണികൾ നമുക്ക് കാണാം. അതുപോലെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കൂടുതൽ സ്പേസ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ പയറൊക്കെ നല്ല നീളമുള്ള പയറാണ്. ഇതൊക്കെ കൃഷി ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. പയറും അതുപോലെ തന്നെ വെണ്ട, പച്ചമുളക്, കാന്താരി അങ്ങനെയുള്ള കുറേ ഐറ്റംസുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു സ്ഥലത്തെ പ്ലോട്ടാണ്. ഇവിടെ ഓറഞ്ചാണ് കൂടുതൽ നിൽക്കുന്നത്. ഓറഞ്ചിന് അധികം പൊക്കമില്ല. മറ്റേ യെല്ലോയ്ക്ക് നല്ല പൊക്കമുള്ള കാരണം ഈ പെട്ടെന്ന് തന്നെ ചെടി മറിയാൻ സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ നല്ലപോലെ വിരിഞ്ഞിരിക്കുക. പൂക്കളെല്ലാം നല്ലപോലെ വിരിഞ്ഞിരിക്കുകയാണ്. വലിയ മുട്ടുകൾ വിരിയാനുണ്ട്. ചെടികളൊക്കെ നല്ല ആരോഗ്യത്തോടെ തന്നെ ഇരിക്കുന്നു. മഴ നമ്മൾ കനക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല തിരിച്ചടിയായി മാറും. അതില്ലാതിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ വെള്ളം ഇന്നലെ മഴ പെയ്ത വെള്ളം കിടക്കുന്നുണ്ടല്ലേ. ഒരുപാട് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ചെടികൾ നോക്കാം. ഇടയ്ക്കിട്ട ചീരയാണ്, ഇടവിളയായിട്ടിട്ട ചീരയാണ്. ഇതൊക്കെ പൊങ്ങി നിൽപ്പുണ്ട്. ഇവിടെ കാണാം. അപ്പുറ സൈഡ് മൊത്തം മഞ്ഞയാണ്. ഇതെല്ലാം വിരിഞ്ഞിരിക്കുന്ന നമ്മൾ കാണാനായിട്ട് വളരെയേറെ ഭംഗിയാണ് കേട്ടോ. ഫോട്ടോസൊക്കെ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് ശ്രദ്ധിക്കാം. ഇതിൻ്റെ അടുത്ത സെക്ഷനാണ് ഇപ്പുറത്തും അതുപോലെ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏകദേശം ബന്ദി തന്നെ 700 തൈകളായിരുന്നു. 700 തൈകൾ നമ്മൾ ഒടിച്ച് നട്ടിട്ടുണ്ട്. 10 ദിവസം കഴിഞ്ഞപ്പം തലനുള്ളിയത് നട്ടായിരുന്നു. അങ്ങനെ കുറേ കിളുത്തിട്ടുണ്ട്. അതുകൂടാതെ 25-ാം ദിവസവും തലനുള്ളിയായിരുന്നു. കൂടുതൽ ബ്രാഞ്ചസ് വരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തത്. എങ്കിലും ഇവിടെയൊക്കെ ഇച്ചിരി വെയിലിൻ്റെ പ്രശ്നമുണ്ട്. തൊട്ട് മുകളിൽ മരമുള്ള കാരണം ആ വെയിൽ ഇതിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ രാവിലത്തെയും അതുപോലെ തന്നെ വൈകുന്നേരത്തെയും ചരിഞ്ഞുള്ള വെയിൽ മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ. എന്തെങ്കിലും നമ്മളെ ഒരു പ്രഥമ സംരംഭം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്നു. ഇനി 12 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ വിളവെടുപ്പ് നടക്കും. അപ്പോൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട
എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും ഈ അവസരത്തിൽ വളരെയേറെ നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇത്തരത്തിലെ സംരംഭങ്ങൾ ഞങ്ങൾ തുടങ്ങി പൂവിൻ്റെ സമയം കഴിഞ്ഞാൽ പച്ചക്കറിയിലേക്ക് ഇവിടെയെല്ലാം പച്ചമുളക് നട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ വാരം പിടിച്ച് പച്ചമുളക് നട്ടിരിക്കുകയാണ്. അത് അപ്പോൾ ഇവിടെയൊക്കെ പച്ചക്കറികളാണ് നട്ടിരിക്കുന്നത്. എല്ലാം പച്ചമുളകാണ്. ഇപ്പുറത്തെ വെണ്ടയൊക്കെ ഉണ്ടോ, വെണ്ട നട്ടതെല്ലാം അത് പൂത്തി കായായി മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്താലും അതിന് റിസൾട്ട് റിട്ടേൺ തരും. അതാണ് ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത. ഇത്ര ഒരു അനുഗ്രഹമായ മണ്ണാണ്, നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ തെളിച്ചാണ്. ഞാൻ പറഞ്ഞ ഈ 10 ദിവസം കഴിഞ്ഞ് ഒടിച്ച് നട്ട തൈകളാണിത് ഇവിടെ നിൽക്കുന്നത്. വെയിലില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഇത് പൊങ്ങായിരുന്നത്. എങ്കിലും അതിലൊക്കെ പൂ വിരിഞ്ഞിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയ ഒരു വലിയൊരു ചെടി, ആദ്യത്തെ ഒരു ചെടിയോടൊപ്പം തന്നെ ഈ ഒടിച്ചു കുത്തിയതും വളർന്നു നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ഒടിച്ചു കുത്തിയ ചെടികൾ. ഇതെങ്ങനെ താഴെ വീണാലും അവിടെ കിടന്ന് കിളിക്കും. എന്ന് വെച്ചാൽ വേരുകൾ ഇത് ഇഷ്ടംപോലെ വേരുകളാണ് വരുന്നത്. ഇവിടെ കണ്ട ഇങ്ങനെ വരും. അത് കാരണം എവിടെ ഇത് തല നുള്ളിയിട്ടാലും കിളുക്കും. അപ്പോൾ എന്തൊക്കെയാലും ഇത്രയാണ് നമ്മുടെ പൂക്കൃഷിയുമായിട്ട് 2024 ഞങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. സ്വതന്ത്ര ശാസ്ത്രീയ സംഘത്തിൻ്റെ സെക്രട്ടറി പ്രമോദ് പോഞ്ഞിക്കലാണ്.